ഈമാന ലിമല്ല മഹബ്ബതല, മഹബ്ബത്തില്ലാത്തവൻക്ക് ഈമാനില്ല. ഈ റബീ ആചരിക്കാത്തവൻക്ക് ഈമാനില്ല എന്നതാണ് ചുരുക്കം. റബീ ആചരിക്കാൻ വലിയ തെളിവുകൾ ആവശ്യമില്ല. റബീ ആചരിക്കൽ കൊണ്ട് ഞാൻ മുഞ്ഞാന്ന് ഒരിടത്ത് പറഞ്ഞു, റബീ ആചരിക്കൽ കൊണ്ട് ഇവിടെ റോഡുകൾ ബ്ലോക്ക് ആകുന്നുണ്ട്, പല അനാചാരങ്ങളും നടക്കുന്നുണ്ട്, അതുകൊണ്ട് റബീ വേണ്ട എന്ന് ചില സ്ഥലങ്ങളിൽ പറഞ്ഞ് റബീനെ നിർത്തുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത്, ഇതിനേക്കാൾ അനാചാരങ്ങൾ നടക്കുന്നൊരു ഇടമുണ്ട്, അത് കല്യാണമാണ്. കല്യാണങ്ങളിൽ നടക്കാത്ത അനാചാരങ്ങളില്ല. കൊറഗജ്ജയുടെ വേഷമിട്ടത് നമ്മുടെ സമുദായമാണ്. ക്ലോസറ്റിന്റെ മോഡലുള്ള കേക്ക് ഉണ്ടാക്കിയത് നമ്മുടെ സമുദായമാണ്. മഞ്ഞ കല്യാണത്തിന്റെ പേരിൽ ബേക്കൂത്തുകൾ വാരിക്കൂറിയത് നമ്മുടെ സമുദായമാണ്. താള എന്ന പേരിൽ ഈ വാപ്പയുടെ കണ്ണീർ വാരിയത് അത് നമ്മുടെ സമുദായമാണ്. ഈ അനാചാരങ്ങളുള്ള കല്യാണം നാം നിർത്തിവെക്കുന്നില്ലല്ലോ. നിർത്തിവെക്കേണ്ടത് അനാചാരങ്ങൾ മാത്രമാണ്. ഒരു വീട്ടിലേക്ക് ഒരു എലി കടന്നാൽ ആ എലിയെയാണ് ഞങ്ങൾ കൊല്ലേണ്ടത്, വീട് കത്തിക്കലല്ല. മൗലിദുമായി ബന്ധപ്പെട്ട് റബിയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും അനാചാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നിർത്തേണ്ടത്, റബീനല്ല. ഇത് നമ്മുടെ കൾച്ചറാണ്, മഹബത്തിന്റെ കൾച്ചറാണ് റബീ. ഞാൻ ഒറ്റൊരു സംഭവം പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ലോകം കണ്ട വലിയ ആശിഖാൻ. ഇന്ന് പലരും ആശിഖിന്റെ ലേബലുകളിൽ നടക്കുന്നുണ്ടെങ്കിലും ലോകത്ത് അത്രമേൽ വലിയൊരു ആശിഖിനെ ലോകം കണ്ടിട്ടില്ല. വലിയ ആശിഖാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകൾ ചെറുപ്പം മുതൽ തന്നെ കറാമത്തിന്റെ ഉടമയാണ്. ബവാമൂദൂകിന് കുതുബായി വന്നോവർ ഔലിയാക്കളിൽ ചിലരുണ്ട്. അവരുടെ പ്രത്യേകത, അവർ അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ അവർ ഔലിയാക്കളായിട്ടാണ് വരിക. അതിൽപ്പെട്ട മഹാനാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി. കുട്ടി അതാ മഹാനവറുകൾ ഗർഭസ്ഥ ശിശുവായ സമയത്ത് ആ ഉമ്മയോട് നമ്മളെ നാട്ടിൽ സാധാരണ ചോദിക്കാറില്ലേ, കുട്ടി ആണാണോ പെണ്ണാണോ എന്ന ഡൗട്ടുകൾ ചോദിക്കാറില്ലേ? അങ്ങനെ ഈ ഗർഭസ്ഥ ശിശുവായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ഉമ്മയുടെ പള്ളയിലേക്ക് ചൂണ്ടി ചോദിക്കുന്ന സമയത്ത് മഹാനവറുകൾ അവിടുന്ന് മറുപടി പറയുകയാണ്, മകനോ മകളെന്ന് ചോദിച്ച നേരത്ത് മകനാഹ്മദുൽ കബീർ എന്ന് ചൊന്നോവർ. അവർ മകനോ മകളോ എന്ന് ചോദിക്കുമ്പോ വയത്തിന്റെ ഉള്ളിൽ നിന്ന് മറുപടിയാണ്, ഇത് മകനാണ്, അഹ്മദുൽ കബീറാണ്. അള്ളാഹുവിന്റെ വക്കൽ നിന്ന് പേര് കിട്ടിട്ടുണ്ട്, ഇതിനൊരു പേരിന്റെ ആവശ്യമില്ല. ഈ മഹാനായ അഹ്മദുൽ കബീർ റിഫായി വലിയ ആശിഖാണ്, വലിയ മുഹിബ്ബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് ഒരു പോക്കുണ്ട്, അത് വല്ലാത്ത പോക്കാണ്. ആശിഖീങ്ങൾ ഇന്നും ലോകത്ത് സ്മരിക്കുന്നൊരു പോക്കാണ്. ആ റൗള ഷരീഫിന്റെ മുമ്പിൽ നിന്നൊരു പാട്ട്, ഒറ്റൊരു പാട്ട്, ഫിഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി. പല ദിവസങ്ങളായി ഞാൻ ദൂരെ നാട്ടിൽ നിന്ന് എൻ്റെ റൂഹ് അങ്ങാകുന്ന തങ്ങളുടെ അടുത്തേക്ക് ഈ ലോകത്തിൻ്റെ നേതാവാകുന്ന സയ്യിദുൽ കൗനൈൻ സയ്യിദുൽ കായിനാത്ത് അങ്ങയുടെ ഹളറത്തിലേക്ക് ഞാൻ അയക്കാറുണ്ട്. പക്ഷേ വഹാദിഹി ദൗലത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തുഹ്ളാ ബിഹാ ശഫതി.
ഇന്നതാ ഈ അഹ്മദുൽ കബീർ അങ്ങയുടെ ചാരത്തെത്തിയിട്ടുണ്ട്, എനിക്കൊന്നവിടുന്ന് കൈ ചുംബിക്കാൻ തരണം നബിയേ. ഇത് നബി തങ്ങളെ മരണത്തിന് 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ സംഭവത്തിന് ആയിരക്കണക്കിന് ആൾക്കാർ സാക്ഷിയാണ്, സംശയമില്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഫംദുദ് യമീനക കൈ തുഹ്ലാ ബിഹാ ശഫതീ. ഞാനതെന്റെ ചുണ്ടുകൊണ്ട് ഞാനൊന്ന് ചുംബിക്കട്ടെ നബിയേ, എനിക്കൊന്ന് അങ്ങയുടെ കൈ തരണേ നബിയേ എന്ന് ഖബറിന്റെ ഉള്ളിലുള്ള നബി തങ്ങളോട് അഹ്മദുൽ കബീർ തങ്ങൾ ചോദിക്കുകയാണ്. മെഹബൂബായ നബി തങ്ങൾ സഹിക്കുവോ? ഹബീബായ നബി തങ്ങൾ സഹിക്കുവോ? മടക്കിയില്ല. ഉടനെ റൗദയിൽ നിന്ന് കൈ പുറത്തു വരികയാണ്. അഹ്മദുൽ കബീർ വാരി വാരി ചുംബിക്കുന്നു. ഈ ലോകത്ത് ഇത്രത്തോളമുള്ള മാദിഹീങ്ങൾ, ഇത്രത്തോളമുള്ള ആശികീങ്ങൾ കഴിഞ്ഞ ലോകത്ത് അവർക്കുള്ള പ്രതീക്ഷ റസൂലുള്ള മാത്രമാണ്. ഈ ലോകത്ത് വലിയ വലിയ ബുദ്ധിജനങ്ങളുണ്ട്, അവരെല്ലാവരും സ്വർഗത്തിലെത്തിയില്ല. ഹബീബായ തങ്ങളെ പ്രണയിച്ച ഭ്രാന്തനും സ്വർഗത്തിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലാ. ഖൽബിൽ മഹബ്ബത്തില്ലെങ്കിൽ ഈമാനില്ല. റസൂലുള്ളാഹിന്റെ മൗലിദ് ആചരിക്കാൻ തോന്നുന്നില്ലേ? ഈമാനിന് തകരാറാണ്. മൗലിദിന് തെളിവ് വേണോ? ഇഞ്ചിനിന് കേടാണ്. പാരമ്പര്യമായി എൻ്റെ ഉപ്പ ചെയ്ത, എൻ്റെ ഉപ്പാപ്പ ചെയ്ത, എൻ്റെ ഉപ്പാപ്പൻ്റെ ഉപ്പാപ്പ ചെയ്തൊരു കാര്യത്തിന് തെളിവിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നാം ഈ സദസ്സ് പിരിയുമ്പോൾ നാം തീർമാനമെടുക്കണം, എൻ്റെ മരണം വരെ ഹബീബിന്റെ മൗലിദ് എടുക്കുന്ന സുന്നിയായി ഞാൻ ജീവിക്കും. ഞാൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോയാലും, പൊളിറ്റിക്കലി എനിക്ക് എന്ത് വീവുണ്ടായാലും മഹബ്ബത്തുൻ നബിയിൽ വിട്ടുവീഴ്ചയില്ല. നബി തങ്ങളെ തരം താഴ്ത്തുന്നവനിൽ കോംപ്രമൈസ് ഇല്ല. കാരണം അതെന്റെ ഖൽബാണ്. എന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന ആളാണ്, നരകത്തെ കെടുത്താൻ വന്ന ആളാണ്. ഓ മുഅ്മിനീകളെ, കടപ്പാടുകളുണ്ട്. ചെയ്തില്ലെങ്കിൽ നമുക്ക് നരകമുറപ്പാണ്. സ്വർഗം വാങ്ങണോ? അത് റസൂലുള്ളാഹിനെ കൊണ്ട്. നരകം വാങ്ങണോ? അത് റസൂലുള്ളാഹിനെ ധിക്കരിക്കൽ കൊണ്ട്. സ്വർഗം വാങ്ങുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ വൈകിയ വേളയിൽ നാട്ടുകാർ പറഞ്ഞതിന് വേണ്ടി മാത്രം ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. നാം നമ്മുടെ ഉള്ളിൽ മഹബ്ബത്തുൻ നബി അത് എല്ലാ സമയത്തും ഉണ്ടാകണം. നമ്മുടെ ഉറക്ക്, ഡ്രൈവിംഗ് വരെ പലരും നല്ല റാഷ് ഡ്രൈവിംഗ് ചെയ്യുന്നവരാണ്, മഹബ്ബത്തുൻ നബിയുടെ ഭാഗമല്ല. സൗമ്യമായ സ്വഭാവത്തിൻ്റെ ആൾക്കാർ നാം ആകണം. സമയം 2 മിനിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം. ദുആ വസിയത്തോടുകൂടെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.